തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കണ്ടെത്തി. കലയന്താനിക്ക് അഞ്ചിരി കവലയിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. കേസിലെ നിർണായക തെളിവുകളിലൊന്നാണ് ഈ വാഹനം. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ് കൃഷ്ണ, പോലീസ് ഇപ്പോൾ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളുമായി പോലീസ് ഇന്ന് രാവിലെയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. ഈ ജോമോന്റെ ഉടമസ്ഥതയിലുള്ള കാറ്ററിംഗ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന കലയന്താനിക്ക് സമീപം അഞ്ചിരിൽ കവരയിൽ നിന്ന് ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം ഇന്ന് ആദ്യം തന്നെ കണ്ടെത്തി. മുഖ്യപ്രതി ജോമോന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം എന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം പോലീസ് സംഘത്തോടൊപ്പം ശാസ്ത്രീയ പരിശോധനാ സംഘം ഉൾപ്പെടെയുള്ളവര് ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവര് കൃത്യമായ തെളിവ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ചത് ഈ മുഖ്യപ്രതി ജോമോനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ ജോമോനും ഈ വാഹനം കാട്ടിക്കൊടുക്കുന്നതിനിടെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ബിജുവിനെ മർദ്ദിച്ചത് ഈ വാഹനത്തിലുണ്ടായിരുന്ന അറസ്റ്റിലായിരിക്കുന്ന ഈ ആഷിഖും മുഹമ്മദ് അസ്ലവും ചേർന്നാണെന്ന് പോലീസ് പറഞ്ഞു. ഈ 4 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. കേസിലെ 3 പ്രതികളെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിൽ എറണാകുളത്ത് കാപ്പ ചുമത്തി റിമാൻഡിലുള്ള 2ാം പ്രതി ആഷിഖിനെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അതോടൊപ്പം തന്നെ ബിജുവിന്റെ ഭാര്യയുടെ മൊഴിയും അന്വേഷണ സംഘം ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 2ാം ഘട്ടം തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ എറണാകുളത്ത് ഈ പ്രതികളെ എത്തിച്ച് ഈ ഇരുചക്ര വാഹനവും കണ്ടെത്തണം. അതുപോലെ തന്നെ ഇവര് ഒളിവിൽ താമസിച്ച ലോഡ്ജിൽ ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് നടത്തുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 4 ദിവസത്തെ കസ്റ്റഡിയാണ് ആകെ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് ഈ വരുന്ന 3 ദിവസങ്ങളിലും തുടർച്ചയായി തെളിവെടുപ്പ് നടത്തുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി രതീഷ് കൃഷ്ണ, വ്യക്തമാണ്. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. വിവരങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണയായിരുന്നു.